പുതിയ AKG സെന്ററിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നു. CPM ജനറൽ സെക്രട്ടറി MA ബേബി മുഖ്യാതിഥിയാണ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പങ്കെടുക്കുന്നു. തത്സമയ ദർശനം. സൈഫ് സാനുലാബ്ദീൻ വിശദാംശം നൽകും. സൈഫ്, നാടമറിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ AKG മന്ദിരം തുറന്നു കൊടുത്തിരിക്കുന്നു. എങ്ങനെയായിരുന്നു ആ ചടങ്ങ്? ഇനി എന്തെല്ലാം നടക്കാനുണ്ട്? ഇതിന് അല്പസമയം മുന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ AKG സെന്റർ നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്ത് അതിന് മുന്നോടിയായി CPMന്റെ സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ള എല്ലാവരും എത്തിച്ചേർന്നിരുന്നു. അല്പസമയം മുമ്പ് മുഖ്യമന്ത്രിയുടെ തൊട്ട് മുതിർന്ന നേതാവ് രാമചന്ദ്രൻപിള്ള അദ്ദേഹം പതാക ഉയർത്തി. അതിനുശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടമുറിച്ചത് ഉദ്ഘാടനം ചെയ്തത്. AKGയുടെ പ്രതിമ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ AKG ഹാളിൽ പൊതു സമ്മേളനം നടക്കുന്നുണ്ട്. പാർട്ടിയുടെ ജില്ലയിൽ നിന്നുള്ള വിവിധ നേതാക്കൾ ഇവിടെ ഈ പരിപാടിയുടെ ഭാഗമാകാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരുന്നു. 2022 പുതിയ AKG സെന്ററിന് തറക്കല്ല് ഇട്ടത്. അന്ന് കൊടിയേരി ബാലകൃഷ്ണനായിരുന്നു സംസ്ഥാന സെക്രട്ടറി. ഫെബ്രുവരി മാസത്തിലായിരുന്നു തറക്കല്ലിട്ടത്. അതിനുശേഷം 3 വർഷത്തിനിപ്പുറമാണ് പുതിയ AKG സെന്റർ 9 നിലകളിലായി കെട്ടി പാർട്ടി ഉയർത്തിയിരിക്കുന്നത്. പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഇവിടെ പ്രവർത്തിക്കുമെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞ് മാത്രമേ അതിന്റെ പ്രവർത്തനം ഇങ്ങോട്ടത്തേക്ക് മാറ്റുകയുള്ളൂ. എന്തായാലും CPMന്റെ പഴയ AKG സെന്റർ അത് പഠന ഗവേഷണമായി പ്രവർത്തിക്കുകയും ഇത് AKG സെന്റർ സംസ്ഥാന കമ്മിറ്റി ഓഫീസായി പ്രവർത്തിക്കുകയും ചെയ്യും. ശരി, സൈഫ് സൈനുലാബ്ദീനാണ് വിശദാംശം നൽകിയത്. തിരുവനന്തപുരത്ത് CPMന് പുതിയ ആസ്ഥാന മന്ദിരമാകുന്നു. പുതിയ AKG സെന്ററിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം മുഖ്യമന്ത്രി നിർവഹിച്ചിരിക്കുന്നു. നാടമുറിച്ചാണ് മുഖ്യമന്ത്രി പുതിയ AKG മന്ദിരം തുറന്നുകൊടുത്തത്. മുഴുവൻ CPMന്റെ സംസ്ഥാനത്തെ മുഴുവൻ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള നേതാക്കളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സൈഫ് സാനുലാബ്ദീൻ തുടരുന്നുണ്ട്. 9 നിലകളിലായാണ് പുതിയ മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത്. ഇനി CPMന്റെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട യോഗങ്ങളും പ്രധാനപ്പെട്ട ചർച്ചകളുമെല്ലാം നടക്കാനിരിക്കുന്ന പുതിയ കെട്ടിടം കൂടിയാണ് ഇപ്പോഴത്തെ പുതിയ AKG മന്ദിരം. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത്. സൈഫ് തുടരുന്നുണ്ട്. സൈഫ്, നേരത്തെ സൈഫ് സൂചിപ്പിച്ചിരുന്നു, മുതിർന്ന നേതാക്കളടക്കം മന്ത്രിമാരടക്കം CPMന്റെ മുഴുവൻ നേതാക്കളും പങ്കെടുത്ത ഒരു ചടങ്ങ്. അതിപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തെല്ലാം ചടങ്ങുകൾ അവിടെ ബാക്കിയുണ്ട്? ഇനി പൊതുസമ്മേളനമാണ്. AKG ഹാളിൽ വെച്ച് ഇതിന്റെ പൊതുസമ്മേളനം നടക്കും. വിഷ്വലി നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള പാർട്ടി പ്രവർത്തകർ ഈ AKG സെന്ററിൽ കാണാൻ വേണ്ടിയും അതുപോലെ തന്നെ ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് കാണാൻ വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഈ പൊതുസമ്മേളനം കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന പൊതുസമ്മേളനത്തിന് ശേഷമായിരിക്കും പൊതുജനങ്ങൾക്ക് അകത്ത് കയറി ഇത് കാണാനുള്ള സൗകര്യം ഉണ്ടാവുക. 9 നിലകളിലായിട്ടാണ് ഈ കെട്ടിടം പണിതിരിക്കുന്നത്. താഴെ റിസപ്ഷൻ, ഇതിന് ഭൂഗർഭ എന്ന നിലയിൽ 2 നിലയിൽ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1ാമത്തെ നിലയിൽ റിസപ്ഷനാണ്. 2ാമത്തെ നിലയിലാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കും PB അംഗങ്ങൾക്കുമുള്ള ഓഫീസ് മുറികളും മറ്റും സജ്ജീകരിച്ചിരിക്കുന്നത്. 5ാമത്തെ നിലയിലാണ് പുതിയ സംസ്ഥാന കമ്മിറ്റി ചേരാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം, സെക്രട്ടേറിയറ്റ് യോഗം ചേരാനുള്ള പ്രത്യേക ഹാൾ എന്നിവ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അങ്ങനെ 3 വർഷത്തിന് ശേഷം പുതിയ AKG സെന്റർ, പഴയ AKG സെന്ററിന് നേരെ എതിർവശത്തായിട്ടാണ് പുതിയ AKG സെന്റർ പ്രവർത്തിക്കുന്നത്. അങ്ങനെ
പുതിയ AKG സെന്ററിന്റെ പ്രവർത്തനം അത് ഔദ്യോഗികമായി തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഇനി അതിന്റെ പ്രവർത്തനം പൂർണ്ണതോതിൽ മാറണമെങ്കിൽ അവിടുത്തെ പഴയ AKG സെന്ററിലെ സജ്ജീകരണങ്ങളെല്ലാം തന്നെ പുതിയ ഓഫീസിലേക്ക് മാറ്റണം. അതിന് കുറച്ച് ദിവസങ്ങൾ എടുക്കുമെന്നാണ് നേതാക്കൾ പറയുന്നത്. 1964 പാർട്ടി രൂപീകൃതമായ സമയത്ത് പാർട്ടിക്കൊരു ഓഫീസ് സംവിധാനം ഇല്ലായിരുന്നു. 65-ൽ എറണാകുളത്ത് ഒരു ഓഫീസ് സംവിധാനം ഉണ്ടായി. പിന്നീട് 67-ൽ EMS രണ്ടാമത് അധികാരത്തിൽ വന്ന സമയത്താണ് തിരുവനന്തപുരത്ത് ഒരു പാർട്ടി ആസ്ഥാനം, അതും വാടകയ്ക്കെടുത്ത ഒരു കെട്ടിടത്തിൽ പാർട്ടി ആസ്ഥാനം പ്രവർത്തിച്ച് വന്നത്. പിന്നീട് 79-ലാണ് AKG സെന്റർ, ഇപ്പോൾ കാണുന്ന AKG പഠന ഗവേഷണ കേന്ദ്രം, അതായത് പഴയ AKG സെന്റർ പ്രവർത്തനം തുടങ്ങുന്നത്. സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആയിട്ടായിരുന്നില്ല അതിന്റെ പ്രവർത്തനം ആരംഭിച്ചത്, പഠന ഗവേഷണ കേന്ദ്രമായിട്ട് ആയിരുന്നു. പക്ഷേ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് പുതിയ കെട്ടിടമില്ലാത്തതുകൊണ്ട് അത് AKG സെന്ററായി സംസ്ഥാന കമ്മിറ്റി ഓഫീസായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ഇപ്പോൾ പുതിയ AKG സെന്റർ വന്നതോടുകൂടി സംസ്ഥാന കമ്മിറ്റിക്ക് പുതിയ ആസ്ഥാനം ഉണ്ടായിരിക്കുകയാണ്.